പാർട്ടി ഓഫീസിൽ വാങ്ങി വെച്ചിട്ട് അവന്റെ വീട്ടിലെ TV സ്വന്തം ഓഫീസിലിരുന്ന് വാർത്ത കാണുന്ന ലോകത്തിലെ ഏക പാർട്ടി CPM ആണ്. അറിയാം ഇവിടെ ഒരു നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്ന ഒരു അനുഭവമുണ്ട്. കഴിഞ്ഞ തളിപ്പറമ്പ് ഭാഗത്ത് ഏകദേശം ഏരിയകൾ മുഴുവൻ CPM കൊള്ളയടിച്ചു. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. നാടാപുരം ഭാഗത്ത് നിന്നാണെന്ന് അറിയില്ല, ഒരു തമാശ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഒന്ന് അടങ്ങി കേസൊക്കെ തീർന്ന് ഞാൻ നിൽക്കുമ്പോ ഒരു സാധു ഒരു മൊബൈൽ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞു, മൊബൈൽ ഒരു പൊതിയൊക്കെ കഴിച്ചിട്ട് മൊബൈൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇതിനെത്ര വില ഉണ്ട് നോക്കുന്നു. അയാളെ നോക്കിയിട്ട് പറഞ്ഞു, ഏയ് ഇത് ടീമിന്റെ റിമോട്ടാണ്. ഈ സാധനം അത് വരാറില്ല, കിട്ടിയപ്പോ അടിച്ചു മാറ്റി പോയതാണ്. അടിച്ചു മാറ്റിപ്പോയി മൊബൈൽ അത് വെച്ച് വീട്ടിൽ സൂക്ഷിച്ചതാണ്. ഈ ജാതി കള്ളന്മാരെ കഞ്ഞി വെച്ച് കൊടുത്ത് പാർട്ടി പോറ്റുന്ന പാർട്ടി CPM അല്ലാതെ വേറെ ഏത് പാർട്ടിയാണുള്ളത്? കൊല്ലുന്നവന് പൈസ കൊടുത്ത് പറഞ്ഞേക്കുന്ന കൊന്നോ നിന്റെ കുടുംബം ഞാൻ നോക്കിക്കോളാന്ന് പറയുന്ന പാർട്ടി BJPയും CPM അല്ലാതെ ലോകത്ത് ഏത് പാർട്ടിയാണുള്ളത്? നിങ്ങൾക്ക് വെട്ടാൻ ഇവിടെ വേറെ പാർട്ടിനെ കിട്ടൂല. കണ്ണൂരില് CPM ആണെങ്കിലോ വേറെ അനുയായികൾക്ക് വേറൊന്നും പഠിപ്പിച്ചിട്ടില്ല. 1ാം ക്ലാസ് പോലെ ചേർത്താൻ ഒരു സ്കൂൾ ഉണ്ടാക്കിയിട്ടില്ല, ഒരു കോളേജ് ഒരു വേണ്ടി തുടങ്ങിയിട്ടില്ല, അവന് വേണ്ടി ഒരു ഏർപ്പാടില്ല. ആകെ ചെയ്തത് അവനെ വെട്ടാനും കുത്താനും പഠിപ്പിച്ചതാണ്. ഇവനിങ്ങനെ കുറെ മുമ്പിന് ബോറടിക്കൂലേ, ഇവൻ പുറത്തിറങ്ങും. അതുകൊണ്ട് സ്വന്തം പാർട്ടികൾക്ക് അണികൾക്ക് വെട്ടാനും കുത്താനും മറുഭാഗത്ത് ഒരാൾ വേണം. സ്വന്തം പാർട്ടിയെ നിലനിർത്താൻ വേണ്ടി CPM കളിക്കുന്ന വൃത്തികെട്ട സ്ട്രാറ്റജിയാണ് കണ്ണൂരിൽ BJPക്ക് നേരെയുള്ള, BJPയുടെ CPMന് നേരെയുള്ള രാഷ്ട്രീയം. ഇത് നിൻ പ്രശ്നമാണ്. CPM BJPയെ എതിർക്കുന്നു എന്ന വ്യാജേന, BJP CPMനെ എതിർക്കുന്നു എന്ന വ്യാജേന പരസ്പരം കഞ്ഞി കൊടുത്തു പോറ്റുകയാണ് കേരളത്തിന്റെ മണ്ണിൽ BJPയും CPMഉം. ഈ വൃത്തികെട്ട അക്രമത്തിന്റെ രാഷ്ട്രീയം. ഞാൻ ചോദിക്കട്ടെ, മലപ്പുറത്ത് എന്താണോ BJPക്ക് ജയിക്കാൻ കഴിയാത്തത്? മലപ്പുറത്തിന്റെ സംസ്കാരം നിനക്ക് അറിയാഞ്ഞിട്ടാണ്. ഈ അടുത്ത് ആരോ എഴുതിയത് ഞാൻ കണ്ടു, നട അടക്കുമെന്ന് കരുതി കല്യാണിയമ്മ ഓടിപ്പാഞ്ഞ് അമ്പലത്തിന്റെ മുമ്പിൽ വരികയാണ്. നട അടച്ചു എന്ന് കണ്ടപ്പോ തലക്ക് കൈ കൊടുത്തിട്ട് പറയാണ്, മമ്പർത്ത് തങ്ങളെ നട അടച്ചല്ലോ, പടച്ച റബ്ബേ നട അടച്ചല്ലോ. അതാണ് മലപ്പുറത്തെ കല്യാണിയമ്മ, അതാണ് മലപ്പുറത്തിലെ മുഹമ്മദ്, അതാണ് മലപ്പുറത്തിലെ സുലൈമാൻ, അതാണ് മലപ്പുറത്തിലെ രാജുവും അവിടുത്തെ റഹ്മാനും. അറിയോ നിനക്ക്? അങ്ങനെ പരസ്പരം അനുഭവിച്ചും കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും വളർന്നവരവര്. അവര് തമ്മിലുള്ളത് ജനാധിപത്യപരമായ ഒരു രാഷ്ട്രം എന്ന നിലക്ക് ഒരുമിച്ച് കഴിയുന്ന ഒരു തറവാട്ടിനകത്തെ അംഗങ്ങളാണ് അവര്. കണ്ണൂരിൽ അങ്ങനെയല്ല. കണ്ണൂരിൽ അവൻ നിങ്ങൾ തൊട്ടടുത്തവന്റെ കയ്യിൽ കത്തി കൊടുക്കുകയാണ്, കത്തി കൊടുത്ത് വെട്ടാൻ പറഞ്ഞു വിടുകയാണ്, ആക്രമിക്കാൻ പറഞ്ഞു വിടുകയാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 ജീവിക്കുമെന്ന് വിളിക്കുന്ന മുദ്രാവാക്യം CPMന് മാത്രം ബാധകമാണോ? നിങ്ങൾ ഈ വിളിച്ച മുദ്രാവാക്യം തന്നെയാണ് BJPയെ കേരളത്തിന്റെ മണ്ണിൽ വളർത്തിയത്. അവരെ നിങ്ങൾ കൊന്നുതള്ളിയ ഓരോ തുള്ളിച്ചോരയിൽ നിന്നും കണ്ണൂരിന്റെ തലശ്ശേരിയുടെ ഭാഗത്ത്, കണ്ണൂരിന്റെ പ്രാന്തഭാഗങ്ങളിൽ BJP വളർന്നു, അവൻ ശക്തി പ്രാപിച്ചു. എന്നിട്ട് നിങ്ങൾ പറയാണ് തിരുവനന്തപുരത്ത് കടകംപള്ളി സുരേന്ദ്രൻ എന്താണ് മലപ്പുറത്തിന്റെ മണ്ണിലെ അവിടുത്തെ ഉള്ളടക്കം വർഗീയമാണെന്ന് പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ. ഞാൻ ചോദിക്കട്ടെ, സുരേന്ദ്രൻ ജയിച്ചു വന്ന തിരുവനന്തപുരത്ത് ഭൂരിപക്ഷം ഹിന്ദുക്കളാവുന്നു എന്നതുകൊണ്ട് അവിടെ വർഗീയതയുണ്ടെന്നാണോ ഞങ്ങൾ പറയേണ്ടത്? പ്രിയപ്പെട്ട കടകംപള്ളി, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വർഗീയതയങ്ങ് മൂക്കിന് വലിച്ചു കളയാൻ കമ്മ്യൂണിസവും നടക്കലേ നിങ്ങള്? എങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്ന് രാജഗോപാൽ ജയിച്ചു വന്നത് എങ്ങനെയാണ്? നിങ്ങൾ പറയ്. കോൺഗ്രസിന്റെ വീക്കാണ്, ലീഗിന്റെ വീക്കാണ്, UDF പിറകിലായി എന്നാണ്. ഞങ്ങൾ പാവം, ഞങ്ങൾ പിറകിലായി. നിങ്ങൾ ജയിച്ചതോ? നിങ്ങൾ തോറ്റതോ? അങ്ങനെയെങ്കിൽ അപ്പൊ നിങ്ങൾ ഉടനെ പറയും BJP ജയിച്ചില്ലേ, നിങ്ങൾ വോട്ട് ചെയ്തിട്ട് 3ാം സ്ഥാനത്ത് പോയത്. എന്നാൽ അതാണോ വാസ്തവം? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങ് മഞ്ചേശ്വരത്ത് റസാഖ് മത്സരിക്കുന്നത് UDFന്റെ ബാനറിലല്ലേ? 2ാം സ്ഥാനത്ത് 100 വോട്ടിന്റെ വ്യത്യാസവുമായി നിൽക്കുന്നത് BJP ആണല്ലോ. നിങ്ങൾ 3ാം സ്ഥാനത്താണ്. നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്തോ? നിങ്ങൾ പറ. കാസർഗോഡ് എന്നെ നെല്ലിക്കുന്ന് UDFന്റെ പ്രതിനിധിയായി നിയമസഭയിൽ ചെല്ലുമ്പോ കാസർകോട്ടിലെ 2ാം സ്ഥാനത്ത് BJP ആണല്ലോ. 3ാം സ്ഥാനത്ത് നിങ്ങൾ പോയത് നിങ്ങളെ വോട്ട് BJPക്ക് കൊടുത്തിട്ടാണോ? ഷാഫി അങ്ങ് പാലക്കാട് നിന്ന് ജയിച്ച് നിയമസഭയിലേക്ക് പോകുമ്പോ 2ാം സ്ഥാനത്ത് BJP ആണല്ലോ. CPM 3ാം സ്ഥാനത്താണല്ലോ. നിങ്ങളുടെ വോട്ട് നിങ്ങൾ BJPക്ക് കൊടുത്തോ? കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് നിയമസഭയിലേക്ക് പോകുമ്പോ മുരളീധരന്റെ തൊട്ടുപിറകിൽ BJP ആണ്, 3ാം സ്ഥാനത്ത് CPM ആണ്. നിങ്ങളുടെ വോട്ട് നിങ്ങൾ BJPക്ക് കൊടുത്തോ? തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ പറ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള എല്ലാ ഇടങ്ങളിലും BJP ശക്തി പ്രാപിക്കുന്നതിന്റെ സയൻസ് നിങ്ങൾ പറ. വെട്ടിയതിന്റെയും കുത്തിയതിന്റെയും കണക്കല്ല. ഇത് ഇന്ത്യ രാജ്യമാണ്.
ഇത് നിന്റെ ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ ലെനിന്റെ നാടല്ല, ഇത് ഗാന്ധിജിയുടെ നാടാണ്. ഈ നാട്ടിൽ നീ പറ, ജനാധിപത്യപരമായി നിങ്ങൾ ബിജെപിയെ തോൽപ്പിച്ചത് എവിടെ? ഞങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു. 20 കൊല്ലത്തിന്റെ ബിജെപിയുടെ ചരിത്രത്തെ ബ്രേക്ക് ചെയ്ത് മലപ്പുറത്തിന്റെ മുന്നിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ജയിപ്പിച്ച് ഞങ്ങൾ ഇതാ ബിജെപി എന്ന ഫാക്ടത്തെ മലപ്പുറത്തിന്റെ മുന്നിൽ ഇന്ത്യക്കും മാതൃകയായി പിറകോട്ട് വലിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ് മലപ്പുറത്തിന്റെ ഉള്ളടക്കം. എന്നിട്ട് കണക്ക് വെച്ചിട്ട്, പണ്ട് EMSന്റെ കാലത്തോളം കണക്കാണ്, അക്കണക്ക് വെച്ചിട്ട് ഇത്ര വോട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലേ, അതിനേക്കാൾ വോട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലേ, എന്നാ ഈ കണക്കുമായിട്ട് നിങ്ങളത് പാർലമെന്റിലേക്ക് പോ, അകത്ത് കയറ്റോ. നിന്റെ റിയാസിനെ അഡ്വക്കേറ്റ് നിങ്ങൾ റിയാസിനെ ഒന്ന് പാർലമെന്റിലേക്ക് വിട്, എല്ലാ കണക്ക് കൊടുത്തിട്ട് അതിന്റെ അകത്ത് കയറ്റോ. അതിന്റെ അകത്തേക്ക് ഒരാളെ കയറൂ, അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. ജനാധിപത്യ പോരാട്ടത്തിൽ ജയിച്ചത് ഞങ്ങളാണ്. എന്നിട്ട് അതിനെ എല്ലാത്തിനെയും ന്യായീകരിക്കാൻ ഒരു പാർട്ടിയും അതിന്റെ കുറെ ആളുകളും. ഞാൻ പറയാറുണ്ട്, 3 അഹങ്കാരികളെ കൊണ്ടാണ് ലോകം പൊറുതിമുട്ടി കിടക്കുന്നത്. ഭൂലോക അഹങ്കാരികൾ. ഒന്ന് നമ്മുടെ അമേരിക്കയുടെ ട്രംപ്, അത് കഴിഞ്ഞാൽ നമ്മുടെ നരേന്ദ്ര